നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചി, അർച്ചന ഇന്ന് എവിടെയെങ്കിലും പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അച്ഛാ? സച്ചേട്ടാ, അർച്ചന ഏട്ടത്തെ ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? പിന്നെ അവൾ അവിടെ പോയി. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അത് അർച്ചനയ്ക്കറിയാം. ഞാൻ ഗുളികകളെല്ലാം എടുത്തു തരാം. അങ്കിൾ ഏതാന്ന് പറഞ്ഞു തന്നാ മതി. എനിക്കും അത് കൃത്യമായിട്ട് അറിയില്ല. എന്നാ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചിട്ട് വരാം. മോളെ, ഗുളികയുടെ കാര്യം മാത്രം ചോദിക്കും. ക്ഷീണമാണെങ്കിൽ കിടന്നോളാൻ പറയും. ശരി അങ്കിൾ. സച്ചേട്ടാ, അർച്ചന എടുത്തേ. സച്ചേട്ടാ, സച്ചേട്ടാ. എന്താണ്? സച്ചേട്ടാ, അർച്ചന എടുത്തേ ഒന്ന് വിളിക്കോ? അങ്കിളിന് രാവിലെ കൊടുക്കാനുള്ള ഗുളിക ഏതാന്ന് ചോദിക്കാനാ. അർച്ചന താഴെയില്ലേ? താഴെ കണ്ടില്ല. ഞാൻ ഉറക്കെഴുന്നേറ്റപ്പോഴേ ആളിനെ കാണാനില്ല. ഈ സമയത്ത് അടുക്കള കാണേണ്ടാന്നല്ലോ. അവിടെ നോക്കിയോ? ഇല്ല. അർച്ചന അടുക്കളയിൽ തന്നെ കാണും. നീ ചെന്ന് നോക്ക്. നോക്കട്ടെ. നീരേച്ചി, അർച്ചന എടുത്തേ കണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചേച്ചി കണ്ടായിരുന്നോ? പിന്നെ ഇന്നലെ അവൾ എന്റെ ഒപ്പമായിരുന്നല്ലോ കിടന്നെ. ചേച്ചി കണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാ മതി. കൂടുതൽ പരിഹസിക്കണ്ട. ഞാൻ ആരെയും കണ്ടില്ല. രാവിലെ ചായ ഇട്ട് തരാൻ പോലും ആരെയും കാണാത്തോണ്ടാ ഞാൻ തന്നെ വന്ന് ചായ എടുക്കുന്നത്. അതിനിവിടെ ശമ്പളക്കാരി ആരെയും മേഡം നിർത്തിയിട്ടില്ലല്ലോ. അതിന് പകരം ഇവിടെ പെണ്ണുങ്ങളുള്ളത്. എന്തേ, ആ ഗണത്തിൽ അവന്തികയെ കൂട്ടിയിട്ടില്ലേ? നിങ്ങളുടെ തർക്കം ഒന്ന് നിർത്ത്. എന്നിട്ട് അർച്ചനേട്ടത്തിയുടെ കാര്യം പറ. ഈ വീട്ടിലോ പരിസരത്തോ അർച്ചനേട്ടത്തെ കാണുന്നില്ലെന്ന്. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ അനകെ? അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ സച്ചി ഏട്ടനോട് പറയത്തില്ലേ? ഇവിടെ എല്ലാരും ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് ഏട്ടത്തെ എങ്ങോട്ടോ പോയിക്കോ. അതിന് നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ? മുട്ടലെഴുന്ന പ്രായമാണോ അവക്ക്? അവളെങ്ങോട്ടെങ്കിലും പോയെങ്കിൽ അവൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. നീ നിന്റെ കാര്യം നോക്കി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അങ്കിൾ, അർച്ചനേട്ടത്തെ മുറിയിൽ കാണുന്നില്ല. കണ്ടോന്ന് ചോദിച്ചാന് അവൻ തേച്ച് വഴക്ക് പറയാ. അർച്ചന മുറിയിലുമില്ലേ? പിന്നെ അവളിത് എവിടെ പോയി? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട ദിവസമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി മൊഴിയെടുക്കാനും മറ്റു പോയതായിരിക്കും. അതിന് ഇത്രയും നേരത്തെ പോവോ? അമ്പലത്തിൽ എങ്ങനെയും കേറിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതായിരിക്കും. മോളെ, മോളൊന്ന് അവളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. വിളിച്ചു അങ്കിൾ, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അർച്ചന, പോലീസ് സ്റ്റേഷനിലോ? അർച്ചന, അർച്ചന. സച്ചി, അർച്ചന ഇന്ന് എവിടെയെങ്കിലും പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അച്ഛാ? സച്ചേട്ടാ, അർച്ചനേട്ടത്തെ ഇവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? പിന്നെ അവൾ അവിടെ പോയി. സ്റ്റേഷനിലോ മറ്റോ പോകുന്ന കാര്യം പറഞ്ഞു. സ്റ്റേഷനിലേക്ക് 11 മണിക്ക് ശേഷം ചെല്ലാനാ പറഞ്ഞത്. പിന്നെ അവളിത് എവിടെ പോയി? ഫോൺ ഇവിടെ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ഈ വീട് മുഴുവൻ നോക്കിക്കേ. മീരെ, മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കി. അനക്കെ മുകളിലൊന്ന് നോക്ക്. ചെല്. അച്ചു, അച്ചു, അർച്ചനെ.
അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയതാവും. അവൾ ഉറപ്പായി അവിടെ ചെന്ന് എന്റെ പേര് പറയുകയും ചെയ്യും. അച്ചു, അർച്ചനെ, അയ്യോ, അർച്ചനേട്ടത്തി, അർച്ചനെ, സ്നേഹേ, ആ, നീ രാവിലെ അർച്ചനേട്ടത്തെ കണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടില്ല. ഇവളിതെവിടെ പോയി? അർച്ചനെ, ഇവിടെ ടിക്കറ്റ്. ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകാൻ എവിടെ ഇറങ്ങേണ്ടേ? ദേവിയോടെന്ന സ്ഥലത്തിറങ്ങി ഓട്ടോയിൽ നടന്നു പോയാൽ മതി. എന്നാ ഒരു ദേവിയോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.